എൻ്റെ അച്ഛൻ പുലിയൂർ വൈദ്യർ, എൻ്റെ അമ്മയുടെ അച്ഛൻ വെളിയന്നൂർ കൃഷ്ണപിള്ള വൈദ്യൻ. അദ്ദേഹം ബാലചികിത്സകനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പുലിയൂർ ലക്ഷ്മണൻ പിള്ള വൈദ്യൻ. ഈ രണ്ട് മുത്തച്ഛന്മാരുടെയും പരമഗുരുവായിട്ടുള്ള ആളാണ് പുലിയൂർ വേലാംപിള്ള വൈദ്യൻ. അദ്ദേഹം 46-ാമത്തെ വയസ്സിൽ മരിച്ചു പോയതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചതയൻ നക്ഷത്രത്തിലുള്ള ആളായിരുന്നു. അച്ഛനും ജനിച്ചത് ചതയൻ നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് 44 വയസ്സാകുമ്പോഴേ അച്ഛനൊരു മരണഭയം അറിയാതെ പിടികൂടി. അമ്മയെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വമല്ലെങ്കിലും എൻ്റെ വലിയ മുത്തച്ഛൻ മരിച്ചതുപോലെ ഞാൻ പോകുമോ എന്ന് അച്ഛൻ പലപ്പോഴും ആശങ്കപ്പെടുമ്പോൾ അമ്മ വല്ലാതെ കരഞ്ഞ് നിലവിളിച്ചത് അങ്ങനെയുള്ള വർത്തമാനം ഇനി കേൾക്കരുത് എന്ന് അച്ഛനോട് സ്നേഹബുദ്ധിയ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ വീണ്ടും ഒരുപാട് നാളുകൾ ജീവിച്ചു. എൻ്റെ വായന തുടങ്ങുന്നത് അക്ഷരങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും കാതുകൊണ്ട് കേൾക്കുന്നതിലൂടെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം എന്ന് അച്ഛൻ പാടി പഠിപ്പിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ അത് കപിത്ഥം എന്ന് പറയുന്ന ഒരു കാട്ടിലെ പഴം, ജംബു എന്ന് പറയുന്ന വേറൊരു കാട്ടിലെ തന്നെ ഒരു പഴം, ഒരു ഞാവൽ പഴത്തിൻ്റെ ഒരു വർഗത്തിലുള്ള ഒരു പഴം, ആ കപിത്ഥത്തിൻ്റെയും ജംബു ഫലത്തിൻ്റെയും സാരം അതിനെ പിഴിഞ്ഞു കുടിക്കുന്നതാണ് ഗണപതിക്ക് ഏറ്റവും ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാഹാരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇതി അമീന് മനുഷ്യൻ്റെ ഇറച്ചി കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതിനൊക്കെ നേരെ എതിരായിട്ട് ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാനീയത്തിലൊന്നാണ് ഈ കപിത്ഥം എന്ന് പറയുന്ന, എല്ലാം കാട്ടിലുള്ള പഴങ്ങൾ പിഴിഞ്ഞു കൊടുക്കുന്ന നീര്. അതാണ് കപിത്ഥ ജംബൂഫല സാരഭക്ഷിതം. അതിൻ്റെ ചാറ് കുടിക്കുന്നവനാണ് ഗണപതി. അപ്പോൾ എനിക്കത് രസമായി. കാരണം ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് ഇന്നത്തെ വലിയ മല എന്ന് പറയുന്ന കരിങ്ങയിൽ വനത്തിലൊക്കെ ഓടി നടന്ന് അയണിച്ചക്ക പറിച്ച് അവിടെ കാണുന്ന വേറൊരു രീതിയിലുള്ള കദളിപ്പഴം പറിച്ച് തിന്ന്, കദളിപ്പഴം ചവച്ചിട്ട് നാക്കിങ്ങനെ നീട്ടുമ്പോൾ നീല നാക്കായിട്ടിരിക്കും. നീലി എന്ന് പറയുന്ന പോലെ, നീലഭദ്രകാളി എന്ന് പറയുന്നത് പോലെ അതിൽ മാത്രമേ ഈ നീല നാക്ക് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാം അതിങ്ങനെ ചവച്ചതിന് ശേഷം ഇങ്ങനെ പരസ്പരം നാക്ക് തള്ളി പേടിപ്പിക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമായിട്ടുള്ള ഓർമ്മകളാണ്. എൻ്റെ അച്ഛൻ അക്ഷര ലോകത്തേക്ക് എന്നെ നയിക്കുന്നത് കൈപിടിച്ചെഴുതിക്കൊണ്ടല്ല, മറിച്ച് എൻ്റെ ശ്രോത്രേന്ദ്രിയത്തെ ശ്രുതിയിലൂടെ ആകർഷിച്ചുകൊണ്ടാണ്. കൂപത്തിൽ വാഴുകിണ്ട മന്ദിരത്തെ കൂസാമൽ താൻ പിടിത്തു വന്നായി കേള്, പാപത്തെ പാരാതെ തലയെറുത്ത് നേരെ പാമഞ്ചാടി അവിയൻ ചേർത്ത് നെരുകിടവേ പൊരുത്തതിനെ ഉള്ളേ കൊൾകിൽ തീരുമെട അതിസാരം ക്രാണിതാനും തീരാട്ടാൽ കട്ടയിലേ ചേരും പാരേ. കാണി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കാണിക്കാർ, നമ്മൾ വടക്കേ വയനാട്ടിലൊക്കെ പോകുമ്പോൾ കുറിച്യർ എന്ന് പറയുന്നത് പോലെ ആശയ വ്യക്തത കൊണ്ട് മാത്രമല്ല ഇപ്പോഴും കേരളം സമുദായങ്ങളിൽപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷേ എല്ലാവരും അതാത് സമുദായങ്ങളിൽ ജീവിക്കുന്നു എന്നല്ലാതെ പണ്ടുള്ളതുപോലെ അവജ്ഞയോ അല്ലെങ്കിൽ അത് വെച്ചുള്ള പീഡനങ്ങളോ ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ സമുദായത്തിൻ്റെ കള്ളികളിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു ദുരന്തം, അത് വേറൊരു വിഷയമാണ്. എന്തായാലും എൻ്റെ അച്ഛൻ കാണി ട്രൈബിൽപ്പെട്ട ഒരുപാട് മലമൂപ്പന്മാർ ഇറങ്ങി വരുമ്പോൾ അവരുടെ മുന്നിലിരുന്നു കൊണ്ട് അവർ പാടുന്നത് കേട്ടിട്ട് അച്ഛൻ പാടും ഇങ്ങനെയുള്ള ഓരോ മരുന്ന് പാട്ടുകളും, ഓരോ ബോധമാം നിറനിലാവ് ഒരു രശ്മിയെങ്കിലും ചേതനയിൽ സൂക്ഷിക്കുവോളം ശേഷിക്കുവോളം എന്ന് ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ അച്ഛനെയും അച്ഛൻ്റെ വളരെ പ്രബുദ്ധരായ കൂട്ടുകാരെക്കുറിച്ചും ആലോചിക്കും. അത് എല്ലാ സമുദായങ്ങളിലും ഉള്ളവരുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരവസ്ഥ. ഒരു സമുദായമല്ല, അത് മുസ്ലിം സമുദായത്തിൽ നിന്ന്, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വരുന്ന ദാസൻ നാടാർ എന്ന് പറയുന്ന എൻ്റെ വലിയൊരു ഗുരു മാമൻ, അച്ഛൻ്റെ ഉറ്റ ചങ്ങാതി പരമസ്വാമി എന്ന് പറയുന്ന, ഇങ്ങനെ താടി നീട്ടി വളർത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അനുയായി. പിന്നീട് അങ്ങനെ എല്ലാ മഹാത്മാ അയ്യങ്കാളിയുടെ സമുദായത്തിൽ നിന്ന് വരുന്നവർ, പിന്നെ കാക്കാരിശ്ശി നാടകം നടത്തിയ മലയിൽ നിന്നിറങ്ങി വരുന്ന മലയരയന്മാർ എന്ന് പറയുന്നവർ, അതൊക്കെ ആശയ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കാണി സമുദായത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ പാട്ടുകൾ പാടുന്നവർ, ഇങ്ങനെ വിശാലമായ, ഇന്നത്തെ എൻ്റെ മകൾക്കോ ഇന്നത്തെ എൻ്റെ കുട്ടികളുടെ തലമുറയ്ക്കോ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ
കേവലം ലിപിയിലൂടെ അല്ലാതെയുള്ള ഒരു വിജ്ഞാന ലോകത്തിലേക്ക് എന്നെ കൊണ്ടുചെന്നെത്തിക്കാൻ അച്ഛൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിവർത്തിയിട്ടു. അതൊരു മഹാസാഗരം കാണുന്നത് പോലെ, ഏതോ ഒരു വലിയ സ്വപ്നം കണ്ടുണർന്നത് പോലെ ഞാൻ അതിൽ പെട്ട് പലപ്പോഴും വ്യാമോഹിക്കാറുണ്ട്. ആ ലോകം വീണ്ടും ഒന്ന് സൃഷ്ടിച്ചെടുക്കാൻ.